നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ലോക കിരീടം നേടിയിരിക്കുന്നു. വലിയ നേട്ടം, ചരിത്ര നേട്ടം, ഐതിഹാസിക നേട്ടം. ഈ നേട്ടത്തിലൂടെ കേവലം ക്രിക്കറ്റ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുക മാത്രമല്ല, സാമ്പത്തികമായും വലിയ നേട്ടങ്ങളാണ് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ലോക കിരീടം നേടിയതിലൂടെ നേടിയ സമ്മാനത്തുക 39 കോടി രൂപയാണ്. ഒപ്പം BCCI ഈ ടീമിന്, ജയിച്ച ടീമിന് പ്രതിഫലമായി നൽകിയത്, സമ്മാനമായി നൽകിയത് 51 കോടി രൂപയാണ്. ഇത് തന്നെ ഏതാണ്ട് 90 കോടി രൂപയോളം വരും. ഇതിനൊക്കെ പുറത്താണ് ഈ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ബ്രാൻഡ് വാല്യൂ, ഈ വനിതാ താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂവിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വിപണിയിൽ, പരസ്യങ്ങളിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫല തുകയിലൊക്കെ വരുന്ന വലിയ വ്യത്യാസമാണ്. അത് ഏതാണ്ട് നിലവിലുള്ളതിനേക്കാൾ 35% വർദ്ധിക്കും എന്നാണ് കണക്ക്. അതായത് പുരുഷ ക്രിക്കറ്റ് താരങ്ങളാണ് സാധാരണഗതിയിൽ നേരത്തെയൊക്കെ വലിയ പൈസ സമ്പാദിച്ചിരുന്നത് പരസ്യങ്ങളിലൂടെയും മറ്റും. എന്നാൽ ഇനി വനിതകളും ആ നിലയിലേക്ക് വളരും എന്നർത്ഥം. അത് എത്ര ഒരു വലിയ നേട്ടമാണല്ലേ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ജയിച്ച് അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിന് സമാനമായ നേട്ടമായിട്ടാണ് ക്രിക്കറ്റ് വിദഗ്ധർ ഈ വർഷം വനിതകൾ നേടിയ ഈ ലോക കിരീടത്തെ കാണുന്നത്. അത് ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റിനെ തന്നെ മാറ്റിമറിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരൊറ്റ നേട്ടത്തിലൂടെ എത്രയോ പുതിയ പെൺകുട്ടികൾ ക്രിക്കറ്റിലേക്ക് വരും. അവരും ക്രിക്കറ്റിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെമ്പി നിൽക്കും. ഈ ഒരു നേട്ടത്തിലൂടെ ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കാൻ ഈ താരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു ലോക ക്രിക്കറ്റിലെ, വനിതാ ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ നേട്ടങ്ങളിലൊന്നായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ആ തരത്തിലുള്ള ഒരു ചരിത്ര നേട്ടം എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി കൂടി വനിതാ ക്രിക്കറ്റിനെ സ്വാധീനിച്ചാൽ മാത്രമേ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റമുണ്ടാവുകയുള്ളൂ. അത് ഇക്കാര്യത്തിൽ സംഭവിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡ് വാല്യൂ. ഇനി നേരത്തെ ഫാഷന്റെ പരസ്യങ്ങളിൽ മാത്രം വന്നിരുന്ന വനിതാ ക്രിക്കറ്റ് താരങ്ങൾ ഇനി ബാങ്കിങ്, ഇൻഷുറൻസ്, ടെക്നോളജി തുടങ്ങിയ പരസ്യങ്ങളുടെ മേഖലയിലും വലിയ താരങ്ങളായി മാറും, വലിയ പ്രതിഫലം കിട്ടുന്ന താരങ്ങളായി മാറും. അതവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ രാജ്യത്തെ മറ്റു പെൺകുട്ടികൾക്കും ക്രിക്കറ്റിലേക്ക് വരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഉള്ള പ്രതീക്ഷ നൽകുന്നതാണ് ഈ ലോക കിരീടം. ആ അർത്ഥത്തിൽ കൂടുതൽ മികച്ച പ്രതിഭകൾ വനിതാ ക്രിക്കറ്റിലേക്ക് വരികയും ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും. ഇപ്പോൾ WPL, അതായത് പുരുഷന്മാരുടെ IPL-ന് സമാനമായ WPL, വിമൻസ് പ്രീമിയർ ലീഗ്, ഈ ലീഗിൽ ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന താരമായി ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ മാറിയിരിക്കുന്നു. 3,20,00,000 രൂപയ്ക്കാണ് ദീപ്തി ശർമ്മയെ ലേലം വിളിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ താരങ്ങളുടെയും പ്രതിഫല തുകയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുരുഷ ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നത് പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന താരങ്ങളായി വനിതാ ക്രിക്കറ്റ് താരങ്ങളും ഇനി മുതൽ മാറും എന്നുള്ളതാണ് ഈ ലോക കിരീടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വനിതാ ക്രിക്കറ്റ് രണ്ടാം കിടയാണെന്ന് കരുതിയിരുന്ന എല്ലാവരുടെയും മുഖത്തടിക്കുന്ന ഒരു നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ വനിതാ താരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പോലെ വലിയൊരു ടീമിനെ തോൽപ്പിച്ച്, അതിനു മുൻപ് സെമി ഫൈനലായിരുന്നു യഥാർത്ഥ ഫൈനൽ എന്ന് വേണം പറയാൻ. ഓസ്ട്രേലിയയെ പോലെ ഒരു ടീമിനെതിരെ 339 റണ്ണ് ചേസ് ചെയ്തുകൊണ്ട് ജയിക്കുക, അതും സെമി ഫൈനൽ പോലെ ഹൈ പ്രഷർ ഗെയിമിൽ വലിയ നേട്ടമാണത്. അത് ഓസ്ട്രേലിയ ലോകത്തെ തന്നെ ഏറ്റവും നമ്പർ 1 ടീമാണ് വനിതാ ക്രിക്കറ്റിൽ. അത് പുരുഷ ക്രിക്കറ്റിലും അങ്ങനെ തന്നെയാണ്. വനിതാ ക്രിക്കറ്റിലും ഓസ്ട്രേലിയ വലിയൊരു ടീമാണ്. അവരെ സെമി ഫൈനലിൽ തകർത്തെറിയുക, 339 റണ്ണ് ചേസ് ചെയ്യുക, പിന്തുടർന്ന് നേടുക. ജമീമ റോഡ്രിഗസിനെ പോലെ ഒരു ഉജ്ജ്വല പ്രതിഭ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് കളിയിൽ മാറ്റിമറിച്ചത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തു. അവർ അർദ്ധ സെഞ്ചുറി നേടി. ജമീമ റോഡ്രിഗസിനൊപ്പം തന്നെ വലിയൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഓസ്ട്രേലിയയെ കളിയിൽ നിന്ന് തീർത്തും ഇല്ലാതാക്കി എന്ന് തന്നെ വേണം. തുടക്കത്തിൽ സ്മൃതി മന്ദാന ഗംഭീരമായി കളിച്ചു.
സ്മൃതി മന്ദാന ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ ഇന്ത്യൻ താരമാണ്. ജമീമ റോഡ്രിഗസ് സെമി ഫൈനൽ പോലെ ഒരു ഹൈ പ്രഷർ ഗെയിമിൽ ഗംഭീരമായി കളിക്കുക ഒരു യുവ താരമാണ് ജമീമ അസാധ്യ പ്രതിഭയുള്ള ഒരു താരമാണ്. ജമീമ എല്ലാ പ്രഷറിനെയും മറികടന്ന് എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് സെഞ്ചുറി നേടി ഇന്ത്യക്ക് ആദ്യത്തെ ലോക കിരീടം നേടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സാണ് ജമീമ കളിച്ചത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് നയിച്ചത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അട്ടിമറിയാണ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട്. ഇതേ ഓസ്ട്രേലിയയാണ് 2017 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയെ വളരെ നിസ്സാരമായ ഒരു സ്കോറിന് തോൽപ്പിച്ച് ലോക കിരീടം നേടിയത്. അന്ന് നമ്മളൊക്കെ ഒരുപാട് വേദനിച്ചതാണ്. എന്നാൽ 8 വർഷത്തിനിപ്പുറം 2025 സെമി ഫൈനലിൽ തന്നെ അവരെ ഫൈനലിൽ എത്താൻ സമ്മതിക്കാതെ സെമി ഫൈനലിൽ തന്നെ തീർത്ത് കളയുകയാണ് ഇന്ത്യൻ ടീം ചെയ്തത്. പിന്നീട് ഫൈനലിൽ ഷഫാലി വർമ്മയെ പോലെ ഒരു താരത്തും തകർത്തടിക്കുകയും ഫൈനലിലെ താരമായി മാറുകയും ഷഫാലി വർമ്മ ചെയ്തു. ദീപ്തി ശർമ്മ മികച്ച ഓൾറൗണ്ടറാണ്, ലോകത്തെ തന്നെ മികച്ച ഓൾറൗണ്ടറാണെന്ന് തീർത്തും തെളിയിക്കുന്ന ഒരു ലോകകപ്പായിരുന്നു ഇത്. അതിൻ്റെ ഗുണം WPL ദീപ്തി ശർമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ പുരുഷ ക്രിക്കറ്റ് ടീമിന് സമാനമായ എന്തുകൊണ്ടും തുല്യരായിട്ടുള്ള താരങ്ങളാണ് തങ്ങളെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഓരോ താരവും നടത്തിയത്. ആ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അവരെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകും. അത് സാമ്പത്തികമായാലും മറ്റർത്ഥത്തിലായാലും ഞങ്ങൾ പുരുഷന്മാർക്ക് ഒട്ടും പിറകിലല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനത്തിലൂടെ അവർ ചങ്കറപ്പുള്ള പ്രകടനത്തിലൂടെ ഉജ്ജ്വലമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ സംഭാവനയാണ് ഈ ലോക കിരീടത്തിലൂടെ നൽകിയത്. ഒപ്പം തന്നെ ഈ ലോകകപ്പ് നേടിയ ഉടനെ തന്നെ കുറേയധികം സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകളൊക്കെ വലിയ സമ്മാനം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ കുറേയൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അതിനിടയിലും സുനിൽ ഗവാസ്കർ പറഞ്ഞ ഒരു കാര്യം മറന്നുകൂടാ. സുനിൽ ഗവാസ്കർ അപ്പോൾ തന്നെ പറഞ്ഞു, പെൺകുട്ടികളെ നിങ്ങളെ ഈ ആളുകൾ വഞ്ചിക്കുകയാണ്. 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോഴും കുറേയധികം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വലിയ സമ്മാനത്തുകയൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. അത് അവർ ആ സാഹചര്യം മുതലെടുക്കുക മാത്രമാണ് ചെയ്തത്. അവർ ഒരിക്കലും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ല, വാഗ്ദാന ലംഘനം നടത്തുകയാണ് ചെയ്തത്. ഈ സമ്മാനത്തുക ആ സമയത്തും തങ്ങൾക്ക് വലിയ പരസ്യമായി മാറുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ഒരിക്കലും ആ സമ്മാനത്തുക താരങ്ങൾക്ക് തന്നില്ല എന്ന് സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ വലിയ തട്ടിപ്പാണ് ഇതിൽ പലരും ചെയ്യുന്നത്, ഇവർ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നും ഗവാസ്കർ മുന്നേ കൂട്ടി തന്നെ ഈ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അത്തരം തട്ടിപ്പുകളും ഇതിനിടയിൽ നടക്കും. കാരണം കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ തട്ടിപ്പുകളാണല്ലോ. മൊത്തത്തിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഈ സാഹചര്യത്തിന്റെ ഒരു കളറ് അവർ ഉപയോഗപ്പെടുത്തുകയും അവർ അതുവഴി വലിയ പരസ്യത്തിന് തുല്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ബ്രാൻഡിനെയൊക്കെ വിറ്റ് കാശാക്കാൻ ഇതൊരു അവസരമായിട്ട് അവർ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങളെയൊന്നും മുഖവിലക്കെടുക്കരുത് എന്ന് സുനിൽ ഗവാസ്കർ മുന്നറിയിപ്പ് നൽകി. എങ്കിൽ പോലും ചില പ്രഖ്യാപനങ്ങളൊക്കെ അതിൽ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് കേവലം ക്രിക്കറ്റിൽ ബഹുദൂരം മുന്നിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ വലിയ ശക്തിയായി മാറുന്ന ഒരു പ്രകടനമായി മാറി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഇപ്പൊ സാമൂഹികമായി പുരുഷന്മാർക്ക് പിറകിലാണ് സ്ത്രീകൾ എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ ഇവർക്കുണ്ടാക്കുന്ന നേട്ടം എന്ന് പറയുന്നത് അവർ ആരുടെയും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ഈ പ്രകടനം, ഇത് അസാമാന്യമായ ഒരു പ്രകടനമാണ്. ഇത് കേവലം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, വർഷങ്ങളായി 2016-17 കാലം തൊട്ട് ഉണ്ടാക്കിയെടുത്ത കെട്ടിപ്പടുത്തെടുത്ത കഠിനാധ്വാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കൂടി വിജയമാണ്. ആ അർത്ഥത്തിൽ ഐതിഹാസികമായ നേട്ടമാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയെ പോലെ അതിശക്തരായ ഒരു ടീമിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തുകയും അപ്പുറത്ത് ശക്തരായ ദക്ഷിണാഫ്രിക്കയും മറികടന്നുകൊണ്ട് ലോക ക്രിക്കറ്റിൽ വലിയ ശക്തികളായി മാറുകയും ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നേട്ടം എന്ന് പറയുന്നത് തീർത്തും ചെറുതല്ല, അത് അസാമാന്യ നേട്ടമാണ്. അത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് വരും കാലത്ത് ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായി സ്വീകരിക്കാനും ക്രിക്കറ്റിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ മുന്നേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാനും വലിയ പ്രതീക്ഷ നൽകുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു നേട്ടമായി മാറും എന്നതിൽ തർക്കമില്ല. ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇതൊരു വലിയ ഐതിഹാസിക നേട്ടമായിട്ട് തന്നെ വേണം കാണാൻ.